ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമുക്കൊന്ന് ടൈം മെഷീനിൽ കയറി കുറച്ചൊന്ന് പുറകോട്ട് പോയാലോ. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ട് പോയത് തകർന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പൂജ്യത്തിൽ നിന്നും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ഒരു സിനിമയിലെ ഹീറോയെ പോലെയായിരുന്നു ഇന്ത്യ. ആ 40 വർഷക്കാലം ഇന്ത്യ എങ്ങനെയൊക്കെ പൊരുതി നിന്നു, എങ്ങനെയൊക്കെയാണ് ഇന്ത്യ ഇന്നത്തെ വളർച്ചയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിയാണെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക? ആദ്യം നമ്മൾ മികച്ച കളിക്കാരെ കണ്ടെത്തണം. അതിനുശേഷം അവർക്ക് വേണ്ട കോച്ചിങ് നുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അതിനുശേഷം അവർക്ക് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെയാണ് ഇന്ത്യ എന്ന മികച്ച ടീമിനെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ കോച്ചുമാർ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ എടുത്ത തന്ത്രമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ വിദേശത്തു നിന്നും മൊബൈൽ ഫോണ് അതേപോലെ ലാപ്ടോപ്പ് ഒക്കെ സുഖമായിട്ട് വാങ്ങുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഈ വിദേശ വസ്തുക്കൾ ഇന്ത്യയിൽ വരുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തിനായിരുന്നു ആ നിയന്ത്രണങ്ങൾ? ഇന്ത്യ എങ്ങനെയാണ് പട്ടിണിയിൽ നിന്നും സ്വയം പര്യാപ്തമായ രാജ്യമായിട്ട് മാറിയത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഏത് ഇക്കണോമിക് സിസ്റ്റം സ്വീകരിക്കണം എന്നുള്ളതാണ്. ഏത് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 തരം ഇക്കണോമിക് സിസ്റ്റമാണ് നിലവിലുള്ളത്. അതിൽ ഒന്നാമത്തത് ക്യാപിറ്റലിസമാണ്, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ആണ് പ്രാധാന്യം. ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക എന്നതാണ്. രണ്ടാമത്തതാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനാണ് ഇവിടെ നിയന്ത്രണങ്ങൾ ഉള്ളത്. ഇവിടുത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക ക്ഷേമമാണ്. ഇനി മൂന്നാമത്തതാണ് മിക്സഡ് ഇക്കോണമി. ഇവിടെ സ്വകാര്യ വ്യക്തികളും ഗവൺമെന്റും ഒരുപോലെ കൈകോർക്കുന്നു. ഇന്ത്യ സ്വീകരിച്ചത് മിക്സഡ് ഇക്കോണമി ആണ്. അതായത് ഇന്ത്യ തീരുമാനമെടുത്തത് മിക്സഡ് ഇക്കോണമി സ്വീകരിക്കാമെന്നുള്ള ഒരു നിലപാടിലാണ് ഇന്ത്യ എത്തിച്ചേർന്നത്. ഇപ്പൊ നമ്മളിവിടെ മിക്സഡ് ഇക്കോണമിയാണ് ഇന്ത്യ സ്വീകരിക്കുക എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. പക്ഷെ തീരുമാനമെടുത്താൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കാൻ എന്ത് വേണം? ഒരു പ്ലാനിങ്ങും കൂടി വേണം. അങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അങ്ങനെയാണ് 1950 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് ഈ പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷന്. ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 4 ലക്ഷ്യങ്ങൾ നമ്മൾ മെമ്മറിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാം. കാരണം ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ജെംസ്, GEMS, ജെംസ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഈ ജെംസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ G, ഗ്രോത്ത്, അതായത് രാജ്യത്തിന്റെ GDP വർദ്ധിപ്പിക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തത് E, ഇക്വിറ്റി, അതായത് സമ്പത്ത് കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരിലേക്കും സമ്പത്ത് എത്തിക്കുക, അതാണ് രണ്ടാമത്തെ E. മൂന്നാമത്താണ് M, മോഡേണൈസേഷൻ, അതായത് ആധുനിക ടെക്നോളജി ഉപയോഗിക്കുക. അതേപോലെ തന്നെ സാമൂഹികമായ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക. ഇനി നാലാമത്തതാണ് സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോൾ സ്വയം പര്യാപ്തത നേടുക, അതായത് വിദേശ വസ്തുക്കളെയും വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യം വികസനം നേടുക. അങ്ങനെയാണ് ഈ ജെംസ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ മെമ്മറിയിലേക്കുള്ള ട്രിക്കിന് വേണ്ടിയിട്ട് ഓർത്തു വെക്കുന്നത്. അതായത് ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. ഇങ്ങനെ ഈ 4 ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്നും ഒരു വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം? നമുക്കറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷി. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ കാർഷിക മേഖലയിൽ നിന്ന് തന്നെ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് കാർഷിക മേഖലയെ അടിമുടി മാറ്റിയ 2 പ്രധാന നിയമങ്ങൾ നിലവിൽ വന്നത്. അതിൽ ഒന്നാണ് ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്. അതായത് ഭൂപരിഷ്കരണം എന്ന് പറയുമ്പോൾ ജന്മി സമ്പ്രദായം നിർത്തലാക്കി ഭൂമി കൃഷി ചെയ്യുന്നവന് എന്നുള്ള ഒരു നിയമം നിലവിൽ വന്നു. അതായത് ഭൂമി കൃഷി ചെയ്യുന്നവന് എന്നുള്ള ഒരു നിയമം നിലവിൽ വന്നു. അതേപോലെ തന്നെ ലാൻഡ് സീലിംഗ്, അതായത് ഭൂമിക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടു. ഇനി രണ്ടാമത്തതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുള്ളത് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ. എന്താണ് ഹരിത വിപ്ലവം? മെക്സിക്കൻ സീഡ്സ് അല്ലെങ്കിൽ HYV സീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിച്ചത് കൊണ്ട് രാജ്യം സ്വയം പര്യാപ്തത നേടി. അതായത് സ്വയം പര്യാപ്തത നേടി എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട നിലവാരത്തിൽ നിന്നും സ്വന്തമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി.
ഈ ഹരിത വിപ്ലവം കൊണ്ട് രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ കർഷകർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ വിപണിയിൽ വിൽക്കാൻ തുടങ്ങി. ഇതിനെയാണ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇപ്പൊ കാർഷിക മേഖലയിൽ വികസനം കൈവന്നു. ഈ കൃഷിയിലുള്ള വികസനം കൊണ്ട് മാത്രം ഒരു രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങോ? ഒരിക്കലുമില്ല. ഇപ്പൊ കർഷകരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ വന്നു, ഇനി അവർക്ക് അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നായി. അവർക്ക് മെഷീനുകൾ വേണം, അതേപോലെ തന്നെ ഉൽപാദനം നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ മെഷീനുകൾ വേണമെന്നുള്ള ഒരു നിലയിലായി. ഇങ്ങനെയാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധ വ്യവസായത്തിലേക്ക് തിരിയുന്നത്. അതായത് വ്യവസായത്തിന്റെ വികസനം കൂടി നടന്നാൽ രാജ്യത്തിന്റെ പുരോഗതി നടക്കൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നു. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് തന്നെ വ്യവസായങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കാരണം? ആ സമയത്ത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ വേണ്ടത്ര പണം ഉണ്ടായിരുന്നില്ല. അതായത് വേണ്ടത്ര പണമുള്ള സ്വകാര്യ വ്യക്തികൾ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ലാഭം കിട്ടാത്ത മേഖലകളിൽ സ്വകാര്യ മേഖലയ്ക്ക് പണം ഇറക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇത് ഏറ്റെടുത്ത് നടത്തു. അതുപോലെ തന്നെ സമ്പത്ത് കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് തന്നെ വ്യവസായങ്ങൾ ഏറ്റെടുത്ത് നടത്തി. ഈ സമയത്താണ് 1956 IPR ആക്ട്, അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷന് നിലവിൽ വരുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷന് 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഷെഡ്യൂൾഡ് എ. ഷെഡ്യൂൾ എ എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റിനായിരുന്നു നിയന്ത്രണം. അതായത് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങളാണ് ഈ ഷെഡ്യൂൾ എയിൽ പെടുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെയിൽവേ, ഡിഫൻസ് മുതലായവ. ഷെഡ്യൂൾ ബി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ളത് തന്നെ, പക്ഷേ സ്വകാര്യ മേഖലയ്ക്ക് കൂടി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇനി ഷെഡ്യൂൾഡ് സിയിൽ ബാക്കിയുള്ള വ്യവസായങ്ങളൊക്കെ ഷെഡ്യൂൾഡ് സിയിൽ ഉൾപ്പെടുത്തി. ഇത് സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ മേഖലയ്ക്കും വിട്ടുകൊടുത്തു. ഈ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാലും ഇവിടെ ഗവൺമെന്റ് ഒരു ലൈസൻസിങ് ഏർപ്പെടുത്തി. അതായത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒരു നയം നിലവിൽ വന്നു. അതായത് സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ മേലൊരു കൺട്രോൾ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന ആശയം കൊണ്ടുവന്നത്. ഈ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന ആശയം കൊണ്ടുവന്നതോട് കൂടിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഉള്ളതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ പുതിയൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ ലൈസൻസ് നിർബന്ധമായിരുന്നു. പിന്നോക്ക പ്രദേശങ്ങളിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ലൈസൻസ് ലഭ്യമായിരുന്നു. അതേപോലെ തന്നെ 1955 കർവേ കമ്മിറ്റി നിലവിൽ വന്നു. ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്നാണ്. എന്തുകൊണ്ടാണ് ഇതിന് കർവേ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം? ഇതിന്റെ അധ്യക്ഷനായിരുന്നത് ദത്താത്രേയ ഗോപാൽ കർവേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് കർവേ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നതിനുള്ള കാരണം. ഈ കർവേ കമ്മിറ്റി നിലവിൽ വന്നതോട് കൂടിയിട്ട് ചെറുകിട വ്യവസായങ്ങളൊക്കെ വർദ്ധിച്ചു. അതേപോലെ തന്നെ ഈ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. അതായത് വലിയ മെഷീനുകൾക്ക് പകരം കൂടുതൽ ആളുകളെ തൊഴിലിനെടുത്തു. അപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വ്യവസായങ്ങൾ വളർന്നു വരുന്നതിന് കാരണമായി. ഇപ്പൊ നമ്മൾക്ക് വ്യവസായം തുടങ്ങുന്നത് പോലെയല്ല. പണ്ട് ഈ സമയത്തൊക്കെ ടാറ്റ, ബിർള പോലുള്ള വൻകിട വ്യവസായങ്ങൾക്ക് പോലും ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ പിന്നാലെ നടന്ന് ലൈസൻസ് എടുക്കൽ നിർബന്ധമായിരുന്നു. ആ സമയത്ത് വളർന്നു വന്നിട്ടുള്ളതാണ് എക്സാമ്പിൾ ആണ് ഇപ്പൊ റെയിൽവേയും KCB ഒക്കെ ആ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ്. കർവേ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഗ്രാമങ്ങളിലൊക്കെ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഈ ചെറിയ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് നിന്നുമുള്ള ഉൽപ്പന്നങ്ങളോട് മത്സരിക്കുക പ്രയാസമായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലെ വലിയ മെഷീനുകളിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങളോട് മത്സരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ ഒരു ട്രേഡ് പോളിസി നിലവിൽ വരുന്നത്. അതായത് നമ്മുടെ ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കേണ്ടതും കർഷകരെ സംരക്ഷിക്കേണ്ടതും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായി മാറി. അങ്ങനെയാണ് ട്രേഡ് പോളിസി നിലവിൽ വന്നത്. ഈ ട്രേഡ് പോളിസിയിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇറക്കുമതി പകരം വെക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന വസ്തുക്കൾക്ക് പകരം നമ്മുടെ നാട്ടിൽ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തതാണ് താരിഫ്, അതായത് ഉയർന്ന നികുതി. വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തി. ഈ ഉയർന്ന നികുതി കാരണം വസ്തുക്കളുടെ വില വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ട് ആളുകൾ നിർബന്ധിതരായി.
ഇനി മൂന്നാമത്തതാണ് കോട്ടാസ്, അതായത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഒരു കോട്ട നിശ്ചയിച്ചു. അതായത് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം നിലവിൽ വന്നു. അതായത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇപ്പൊ പുറത്തുള്ളവരോട് മത്സരിക്കാൻ ബുദ്ധിമുട്ടാവില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഗവൺമെന്റും ഇവിടെ ചെയ്തത്. ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ കർഷകരെയും നമ്മുടെ ചെറുകിട വ്യവസായങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് വിദേശ രാജ്യങ്ങളുടെ ഈ വില പിടിച്ച വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മത്സരത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം നിലവിൽ വന്നു. അതാണ് ട്രേഡ് പോളിസി. ചുരുക്കത്തിൽ 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയുടെ കാലഘട്ടമായിരുന്നു. ഇവിടെ നേട്ടങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്. ഈ നേട്ടങ്ങളും പരാജയങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഇപ്പൊ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് ഗ്രോത്ത്, അതായത് GDPയുടെ വർധനവ്. അതായത് ഇപ്പൊ വ്യവസായം തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിൽ നിന്നും പ്രതിവർഷം 6% GDP വർധനവുണ്ടായി. അതേപോലെ തന്നെ വ്യവസായ വൈവിധ്യവൽക്കരണം. നമ്മുടെ നാട്ടിൽ സാധാരണ തുണി വ്യവസായങ്ങളും ചണ വ്യവസായങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും നമ്മൾ വൈവിധ്യങ്ങളായിരുന്ന എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളും അതേപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യക്ക് വളരാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ വളർച്ചയോട് കൂടിയിട്ട് കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഹരിത വിപ്ലവത്തിലൂടെ നമ്മൾ സ്വയം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന സ്വയം പര്യാപ്തതയുള്ള ഒരു രാജ്യമായിട്ട് മാറി. ഇനി പരാജയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പബ്ലിക് സെക്ടറിന്റെ പരാജയം, പല ഗവൺമെന്റ് സ്ഥാപനങ്ങളും നഷ്ടത്തിലായി. അതേപോലെ തന്നെ രണ്ടാമത്തത് കോമ്പറ്റീഷന്, അതായത് വിദേശ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോട് കൂടിയിട്ട് ഇന്ത്യൻ വസ്തുക്കൾക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വസ്തുക്കളില്ല എന്നുള്ളതായി. അതായത് ഇപ്പൊ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാതായി. കാരണം മത്സരത്തിന് മറ്റൊരാളില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗുണമേന്മ വർദ്ധിക്കുന്നതിനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വന്നതോട് കൂടിയിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാലതാമസം നേരിട്ടു. അതുകൊണ്ട് തന്നെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുകയും ഉള്ളതിന് തന്നെ അഴിമതി, അതായത് കാലതാമസം നേരിടുന്നത് കൊണ്ട് തന്നെ അവിടെ അഴിമതി ഉണ്ടാവുകയും ചെയ്തു. ചുരുക്കത്തിൽ 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാലക്രമേണ ഈ ലൈസൻസ് രാജ് അതേപോലെ തന്നെ ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഒക്കെ കാരണം ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരം താഴേക്ക് പോകാൻ തുടങ്ങി. അതായത് വിദേശ നാണ്യ ശേഖരം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയൊരു ഇക്കണോമിക് പോളിസിയുടെ ആവശ്യം നേരിട്ടു. അങ്ങനെയാണ് 1991 ന്യൂ ഇക്കണോമിക് പോളിസി ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.